മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ 2 ദിനവൃത്താന്തം 25:8 നമുക്ക് ധ്യാനിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: സഹായിക്കുവാനും പരിത്യജിക്കുവാനും ദൈവത്തിന് കഴിയും. ഒരാൾ കടുവയെ ഭയപ്പെട്ട് ഓടുമ്പോൾ മലമുകളിൽ നിന്നും വലിയ ഗർത്തത്തിലേക്ക് വീണു. ഭാഗ്യത്തിന് അയാൾക്ക് ഒരു വൃക്ഷത്തിന്റെ വേരിൽ പിടുത്തം കിട്ടി. അവിടെ കിടന്നുകൊണ്ട് അയാൾ ഉറക്കെ ദൈവത്തെ വിളിച്ചു കരയാൻ തുടങ്ങി. അപ്പോൾ മലമുകളിലിരുന്ന് ദൈവം വിളി കേട്ടു: കുഞ്ഞേ, ഞാൻ ദൈവമാണ്, എന്നെ സഹായിക്കണമേ. അയാൾ ദയനീയതയോടെ പറഞ്ഞു: തീർച്ചയായും, നീ വലതു കൈ വേരിൽ നിന്നും വിടുക. അവൻ വലതു കൈ വിട്ടു. ദൈവം പിന്നെയും പറഞ്ഞു: നീ ഇടതു കൈയും വേരിൽ നിന്ന് എടുക്കുക. അവൻ ഞെട്ടിപ്പോയി. കൈവിട്ടാൽ താൻ വലിയ ഗർത്തത്തിൽ വീഴില്ലേ? അതോർത്തപ്പോൾ അവൻ അലറി കൂവി: ദൈവമേ, നീ എന്നെ സഹായിക്കണ്ട. സഹായിക്കാൻ വേറെ വല്ലവരും ഉണ്ടോ? മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം അയാളുടെ വിവേകവും ഏറ്റവും വലിയ ശത്രു അയാളുടെ വിഡ്ഢിത്വവുമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹായിക്കുവാനും പരിത്യജിക്കുവാനും ദൈവത്തിന് കഴിയും. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായ ഒരു വിശ്വാസം അർപ്പിക്കുമ്പോഴാണ് നമ്മളെ ദൈവം പരീക്ഷിക്കുക. അല്ലാതെ ദൈവം രക്ഷിക്കുമോ എന്ന മനസ്സിന്റെ ബൗദ്ധികമായ ചിന്തയിൽ അതിനെ കൈവിടുവാൻ ഇടയാകരുത്. ദൈവത്തിലുള്ള ആശ്രയബോധത്തിൽ നമ്മൾ അങ്ങേയറ്റം വളരണം. അതാണ് ദൈവം ഇതുവഴി നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.